നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭൂമിക്കപ്പുറം മനുഷ്യജീവനുകളെ തേടുകയാണ് നമ്മുടെ ബഹിരാകാശ ഗവേഷകർ. പല കണ്ടുപിടുത്തങ്ങളും മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം മനുഷ്യൻ തന്നെയാണോ എന്നുള്ളത് 100% ഉറപ്പിക്കാൻ സാധിക്കില്ല. കാരണം ബഹിരാകാശ മേഖലയിൽ വലിയ കുതിപ്പാണ് ഓരോ രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യമാണെങ്കിൽ കൂടി ഓരോ ദിവസം കഴിയുന്തോറും ഈ മേഖലയിലേക്ക് പുതിയ സംഭാവനകളും ചരിത്രപരമായിട്ടുള്ള പല നേട്ടങ്ങളും കൈവരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ആ ഒരു കുതിപ്പിലേക്കുള്ള നീക്കത്തിലാണ്. ഇപ്പോഴിതാ ചൊവ്വയുടെ പ്രതലത്തിൽ ഒരു മനുഷ്യൻ നടന്നു പോകുന്നതിന് സമാനമായ വിചിത്ര ചിത്രം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ സ്പിരിറ്റ് റോവർ 2007 പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും ഇന്റർനെറ്റിൽ സജീവ പ്രചാരം നേടുന്നത്. അതായത് 2007 പുറത്തു വന്നിട്ടുള്ള ഒരു ചിത്രമാണിത്, അല്ലെങ്കിൽ 2007 പകർത്തിയ ചിത്രമാണ്. വീണ്ടും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചൊവ്വയിൽ മനുഷ്യ ജീവൻ അല്ലെങ്കിൽ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ ഒരു ചിത്രം സോഷ്യൽ മീഡിയ വീണ്ടും കുത്തിപ്പൊക്കി ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ചൊവ്വയിലെ പാറക്കെട്ടുകൾക്കിടയിൽ കൈകൾ നീട്ടി ഒരു കാൽ മുന്നോട്ട് വെച്ച് നടക്കുന്ന രീതിയിലാണ് ഈ രൂപം കാണപ്പെടുന്നത്. ചൊവ്വയിലെ കുന്നുകളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് ഈ അത്ഭുത കാഴ്ച ക്യാമറയിൽ പതിഞ്ഞത്. 2009 മണലിൽ കുടുങ്ങിയ സ്പിരിറ്റ് റോവറിന്റെ ദൗത്യം 2011 നാസ ഔദ്യോഗികമായി അവസാനിപ്പിച്ചത്. 2009 സ്പിരിറ്റ് മൃദുവായ മണലിൽ കുടുങ്ങി. അതിന്റെ ദൗത്യം 2011 ഔദ്യോഗികമായി നാസയ്ക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. അന്ന് ഓൺലൈൻ പ്രതികരണങ്ങൾ വ്യാപകമായി അത്ര പ്രചരിപ്പിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ചില ഉപയോക്താക്കൾ വാദിക്കുന്നത് ആ രൂപം ഒരു പാറ മാത്രമാണെന്നും അതിന്റെ നിഴലുകളും പ്രകൃതിദത്ത ഭൂമിശാസ്ത്ര പ്രക്രിയകളും മൂലം രൂപഭേദം സംഭവിച്ചു എന്നുമാണ്. അതേസമയം മറ്റു ചിലർ സമീപത്ത് സമാനമായ രൂപങ്ങളൊന്നുമില്ലെന്നും ചൊവ്വയിലെ മുൻകാല ജീവിതത്തിന്റെ തെളിവായി ഇതിനെ കാണുന്നുവെന്നാണ് വാദിക്കുന്നത്. പ്ലാനറ്ററി സൊസൈറ്റി ഈ പ്രതിഭാസത്തെ പാരഡോളിയ എന്നാണ് വിശദീകരിച്ചത്. അതായത് ക്രമരഹിതമായ ദൃശ്യചിത്രങ്ങളിലൂടെ മനുഷ്യരൂപങ്ങൾ പോലുള്ള പരിചിതമായ പാറ്റേണുകൾ മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ പ്രവണത. ഇത് ചൊവ്വയിൽ നടക്കുന്ന ഒരു മനുഷ്യന്റെ രൂപമാണെന്ന് ചിലർ വാദിക്കുമ്പോൾ മുട്ടുകുത്തി ഒരു കൈ നീട്ടി നിൽക്കുന്ന പ്രതിമയാണെന്നാണ് മറ്റൊരു കൂട്ടരുടെ അഭിപ്രായം. ഇത് വെറുമൊരു പാറയുടെ പ്രത്യേക ആകൃതി മാത്രമാണെന്ന് ഭൂരിഭാഗം പേരും സമ്മതിക്കുന്നുണ്ടെങ്കിലും പരിസരത്തൊന്നും സമാനമായ മറ്റു പാറകളില്ലെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. ചൊവ്വയിലെ പ്രകൃതിദത്തമായ രൂപങ്ങളും നിഴലുകളും ചേർന്ന് സൃഷ്ടിച്ച ഒരു കാഴ്ച മാത്രമാണിതെന്നും സോഷ്യൽ മീഡിയയിലെ പ്രമുഖ കൂട്ടായ്മയായ റെഡിറ്റിൽ അഭിപ്രായങ്ങൾ ഉയർന്നു. ഇത് ഏതെങ്കിലും അന്യഗ്രഹ ജീവികളുടെ വസ്തുവായിരുന്നുവെങ്കിൽ നാസയോ ഭരണകൂടമോ ഈ ചിത്രം പുറത്തുവിടുമായിരുന്നില്ലെന്നും ഉപയോക്താക്കൾ നിരീക്ഷിക്കുന്നുണ്ട്. ബഹിരാകാശത്ത് അന്യഗ്രഹ ജീവന്റെ സാന്നിധ്യമുണ്ടെന്നതിന് യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ലെന്നാണ് നാസ വ്യക്തമാക്കുന്നത്. ചൊവ്വയിൽ മുൻപോ നിലവിലോ ജീവന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും ശാസ്ത്ര ഏജൻസികൾ കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ നാസയുടെ വിശദീകരണത്തെ പൂർണ്ണമായി അംഗീകരിക്കാൻ അന്യഗ്രഹ ജീവികളിൽ വിശ്വസിക്കുന്നവർ തയ്യാറല്ല. ചൊവ്വയിൽ പണ്ട് ജീവന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ഇതെന്നും അതൊരു പ്രതിമയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായും ചിലർ അഭിപ്രായപ്പെടുന്നു. ഈ അത്ഭുത കാഴ്ച ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ അഥവാ കാഴ്ചയുടെ ഭ്രമം മാത്രമാണെന്നാണ് പ്ലാനറ്ററി സൊസൈറ്റി വിശദീകരിക്കുന്നത്. ക്രമരഹിതമായ രൂപങ്ങളിൽ പരിചയമുള്ള ചിത്രങ്ങളോ ആളുകളെയോ കാണാൻ മനുഷ്യ മസ്തിഷ്കം കാണിക്കുന്ന സ്വാഭാവിക പ്രവണതയായ പാരഡോളിയ എന്ന പ്രതിഭാസമാണിതെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. ഇതിനിടയിൽ ചൊവ്വയിൽ അന്യഗ്രഹ ജീവികൾ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പൊട്ടിത്തെറിക്കാത്ത മിസൈലിന്റെ ചിത്രം പുറത്തുവന്നത് വലിയ ചർച്ചയായിരുന്നു. പ്രശസ്ത UFO ഗവേഷകനായ സ്കോട്ട് സി വാറിംഗ് ആണ് നാസയുടെ ക്യൂരിയോസിറ്റി റോവർ പകർത്തിയ ഈ ചിത്രം പങ്കുവച്ചത്. ചൊവ്വയിൽ പണ്ടെന്നോ നടന്ന ഒരു വലിയ അന്യഗ്രഹ യുദ്ധത്തിന്റെ അവശിഷ്ടമാണിതെന്നും സൈനിക പ്രാധാന്യമുള്ളതിനാൽ ബഹിരാകാശ ഏജൻസികൾ ഇത് മറച്ചുവെക്കുകയാണെന്നുമാണ് വാറിംഗ് ആരോപിക്കുന്നത്. ഏകദേശം 8 അടി നീളമുള്ള ഈ അത്ഭുത വസ്തു അന്യഗ്രഹ സാങ്കേതിക വിദ്യയുടെ തെളിവാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നാൽ ശതകോടിക്കണക്കിന് വർഷങ്ങളായി തുടരുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉൽക്കാപതനങ്ങളും ശക്തമായ കാറ്റുമാണ് ചൊവ്വയിലെ പാറകൾക്ക് വിചിത്രമായ ഇത്തരം ആകൃതികൾ നൽകുന്നതെന്നാണ് ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തൽ. പ്രകൃതിദത്തമായി രൂപപ്പെട്ട ഇത്തരം ശിലകളെക്കുറിച്ച് ശാസ്ത്രീയ അടിത്തറയില്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ മാസം ആദ്യം പ്രസിദ്ധീകരിച്ച ചൊവ്വയിൽ നിന്നുള്ള മറ്റൊരു ചിത്രവും സമാനമായ ഒരു അഭ്യൂഹത്തിന് കാരണമായി.
പൊട്ടിത്തെറിക്കാത്ത ഒരു ഏലിയൻ മിസൈൽ കാണിക്കുന്നതായി UFO ഗവേഷകൻ സ്കോട്ട് വാറിംഗ് അവകാശപ്പെട്ടതാണ് ചർച്ചകൾക്ക് വഴിവെച്ചത്. ഏകദേശം 2.4 മീറ്റർ നീളമുള്ള ഈ വസ്തു ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്ക് താൽപര്യമുള്ള നൂതന അന്യഗ്രഹ സാങ്കേതിക വിദ്യയെ പ്രതിനിധീകരിക്കുമെന്നും വാറിംഗ് അനുമാനിച്ചു. എന്നിരുന്നാലും ആ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നും അദ്ദേഹം നൽകിയില്ല. 2 സാഹചര്യങ്ങളിലും നാസ അത്തരം വ്യാഖ്യാനങ്ങളെ അംഗീകരിച്ചിട്ടില്ല. ചൊവ്വയിൽ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യത്തിന് തെളിവുകളൊന്നുമില്ലെന്നും അവർ വാദിക്കുന്നു. കോടിക്കണക്കിന് വർഷത്തെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ, ഉൽക്കാശിലകളുടെ ആഘാതങ്ങൾ, കാറ്റിന്റെ മണ്ണൊലിപ്പ് എന്നിവ ഗ്രഹത്തിന്റെ ശിലാരൂപങ്ങളെ കൃത്രിമ വസ്തുക്കളോട് സാമ്യമുള്ള രൂപങ്ങളാക്കി മാറ്റുമെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു. മുൻകാലങ്ങളിൽ സമാനമായ നിരവധി തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് കാരണമായ ഒരു പ്രതിഭാസമാണിത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ സങ്കീർണമായ ഗുരുത്വാകർഷണ സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ 2 നിയന്ത്രിക്കാവുന്ന പേടകങ്ങൾ അയക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ. സ്റ്റോൺ എന്ന പേരിലുള്ള ഈ ദൗത്യം 2027 വിക്ഷേപിക്കാനാണ് നിലവിലെ പദ്ധതി. ഭൂമിയുടെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ സ്വാധീനം ഒരേ സമയം അനുഭവപ്പെടുന്ന പ്രദേശമായ സിസ്ലൂണാർ സ്പേസ് മേഖലയിലാണ് ഈ പേടകങ്ങൾ പ്രവർത്തിക്കുക. ഈ മേഖലയിൽ സഞ്ചരിക്കുന്ന പേടകങ്ങൾക്ക് സാധാരണ ഭ്രമണപഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ 3 ബോഡി ഓർബിറ്റ് എന്ന സങ്കീർണമായ പാതകളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ക്യാപ്സ്റ്റോൺ 0.2 ദൗത്യത്തിൽ ഉൾപ്പെടുന്ന 2 പേടകങ്ങളും അടുത്തടുത്തായി സഞ്ചരിക്കുകയും പ്രത്യേക രൂപീകരണത്തിൽ പറക്കുകയും ചെയ്യും. ഇതിലൂടെ ചന്ദ്രന് സമീപമുള്ള ബഹിരാകാശ മേഖലയിൽ പേടകങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും ഗുരുത്വാകർഷണ ശക്തികൾ അവയുടെ സഞ്ചാരത്തെ എങ്ങനെ ബാധിക്കുമെന്നും നാസ പഠിക്കും. ഈ ദൗത്യം ഭാവിയിലെ ചാന്ദ്ര പര്യവേക്ഷണങ്ങൾക്കും ചന്ദ്രനിൽ മനുഷ്യ സാന്നിധ്യം സ്ഥാപിക്കാനുള്ള പദ്ധതികൾക്കും ആവശ്യമായ ആശയവിനിമയ നാവിഗേഷൻ സംവിധാനങ്ങൾ പരിശോധിക്കാനും സഹായിക്കും. സിസ്ലൂണാർ ബഹിരാകാശ ശേഷികൾ വികസിപ്പിക്കുന്നതിലെ പ്രധാന ഘട്ടമാണ് ഈ ദൗത്യം. ആർട്ടിമിസ് ദൗത്യങ്ങൾക്കും ചന്ദ്ര അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഭാവിയിലെ ആഴ ബഹിരാകാശ ദൗത്യങ്ങൾക്കും ഇത് അടിത്തറയൊരുക്കും. നാസയുടെ മൂൺ ബേസ് ക്യാപ്സ്റ്റോൺ മാനേജർ ഷോൺ ഫുള്ളർ പറഞ്ഞു. ഭൂമിയുടെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഗതികൾ ഏകദേശം തുല്യമായി പ്രവർത്തിക്കുന്നതിനാൽ നിയർ റെക്റ്റിലീനിയർ ഹാലോ ഓർബിറ്റ് താരതമ്യേന സ്ഥിരതയുള്ള ഭ്രമണപഥമാണ്. ക്യാപ്സ്റ്റോൺ 0.2 വഴി ലഭിക്കുന്ന വിവരങ്ങൾ ഭാവിയിൽ ചന്ദ്രനിൽ മനുഷ്യൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾക്കും ദീർഘദൂര ബഹിരാകാശ ദൗത്യങ്ങൾക്കും നിർണായകമാകുമെന്നാണ് നാസ പ്രതീക്ഷിക്കുന്നത്.